അമ്മയായിരിക്കും ഇതിനകത്ത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ? അത് വളയ്ക്കാൻ വന്നതാണെന്ന് അങ്ങനെയാ പറഞ്ഞു. എന്റെ അമ്മയാണോ അതിനൊക്കെ പറഞ്ഞു തന്നെ? അവളുണ്ടോ അവിടെ? അവളെ ഒന്ന് കാണണമല്ലോ അത്. അല്ല പിന്നെ എന്താ പറയണ്ടേ ഇവനോടൊക്കെ? തീരെ കുട്ടിയാ, അവളെ എനിക്കറിയാവടാ, അതുകൊണ്ട് തന്നെ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അലക്സേ, നിനക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടാ? ഇല്ല. ആ നിന്നെ കണ്ടപ്പോഴും എനിക്ക് തോന്നി നീ മനുഷ്യ ജീവിക്കുന്നുണ്ടായാലും നിന്നെ കണ്ടപ്പോഴും എനിക്ക് തോന്നിയത്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എലിസബത്ത്, അമൃത സുരേഷ്, നമ്മുടെ അണ്ണയും ഒക്കെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഗൈസ്. കൂടുതലൊന്നും സംസാരിക്കുകയില്ല, ഇതിനകത്ത് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാനങ്ങ് പോയേക്കാം. എലിസബത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്. എലിസബത്തെ, നിങ്ങൾ നാശത്തിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഉള്ള കാര്യം പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള വ്യാജേന കുറെ കക്ഷികൾ നിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇവരൊന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൂടി ടീംസ് അല്ല. അതിനകത്ത് എടുത്തു പറയേണ്ട വ്യക്തിയാണ് ചെകുത്താൻ എന്ന് പറയുന്ന അജു അലക്സ്. ചെകുത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മോഹൻലാലിനെ അവരാധിച്ച് ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. മോഹൻലാൽ ഇല്ലാതെ ഇവനൊരു കോണ്ടന്റ് ഇല്ല. അപ്പൊ ഇവന് പുതിയൊരു വിഷയം കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ ഒരു എലിസബത്തിന്റെ ഇഷ്യൂ. എന്താണെങ്കിലും 2 ദിവസത്തേക്ക് എലിസബത്തിന് ഒരു റെസ്റ്റ് കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ മോഹൻലാലിന്റെ എമ്പുരാൻ റിലീസാണ്. അന്നേരം ഒരു 2-3 ദിവസത്തേക്ക് ഇനി അതിന്റെ മേളിലായിരിക്കും. കഴിഞ്ഞ ദിവസം എമ്പുരാന്റെ ഒരു പോസ്റ്ററിന്റെ മുമ്പിൽ പോയിരുന്ന് കൊണയടിക്കുന്നുണ്ടായിരുന്നു. മോഹൻലാൽ ഹെലികോപ്റ്റർ ഇരിക്കുന്നത് ജീപ്പിനകത്ത് ഇരിക്കുന്നതിന്റെ കൂട്ടാണ്. ഹെലികോപ്റ്ററിന്റെ വക്കിത്ത് പോലും പോകാത്തവനാണ് ഹെലികോപ്റ്ററിന്റെ അത് ഇരിക്കുന്ന മോഹൻലാലിനെ കളിയാക്കുന്നത്. ആ വീഡിയോ ഞാനത് കാണിച്ചു തരാം. ഇവൻ പറയുന്ന പൊട്ടത്തര എത്രമാത്രം ഉണ്ടെന്ന് അത് കാണുമ്പോൾ മനസ്സിലാവും. എമ്പുരാൻ എന്ന മൂവിയുടെ പോസ്റ്റർ റിവ്യൂ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പോസ്റ്റർ റിവ്യൂ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. അത് പുതിയൊരു റിവ്യൂ ആണ്. എല്ലാവരും ഈ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ല സ്റ്റൈലായിട്ട് ഇരിക്കുന്നത് അല്ലേ? എടോ ഇങ്ങനെ ഇത് കണ്ടോ? ആണോ? ലെമ്പുരാനോ? അല്ല, ഈ എമ്പുരാൻ L2 എന്നാ പറയുന്നത്. L2EU എന്തായാലും ലലട്ട് ഇരിക്കുന്നുണ്ടോ? നല്ല രസമില്ലാണോ? അടിപൊളിയായിട്ടുണ്ട്. കയറ്റി വെച്ചതുപോലെ ഉണ്ട്. ആരോ എടുത്ത് വെച്ചാന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് അങ്ങനെ ഉണ്ടാവുന്ന. എനിക്ക് കണ്ടിട്ട് ഈ മറ്റേ ജോർജ് ഏട്ടൻ മറ്റേ ഇത് കൊടുത്തിട്ടേ റബ്ബർ ഷീറ്റ് ഒക്കെ വിട്ടിട്ട് ഇടുക്കിയിലുള്ള ജോർജ് ഏട്ടൻ റബ്ബർ ഷീറ്റ് ഇട്ടിട്ട് ജീപ്പിൽ തിരിച്ചു വന്ന പോലെ തോന്നുന്നുണ്ട്. വീട്ടിലോട്ട് പോകണ പോലെ. അയ്യോ, ശരിയാണോ? അതിനൊന്നും ഈ കോസ്റ്റ്യൂം റബ്ബർ വെട്ട് ഇറങ്ങിയപ്പോ ഈ കോസ്റ്റ്യൂമിലാണോ കാണുന്നത്? ഓ, ഇത് തുരിശടിക്കാൻ പോയതായിരിക്കും. പക്ഷെ അത് ഹെലികോപ്റ്റർ ഞാൻ പറഞ്ഞ ശരിയാട്ടോ. പക്ക ജീപ്പിലൊക്കെ ഇരുന്നുള്ള ശീലമല്ല. ഇയാൾക്ക് എവിടെ ഹെലികോപ്റ്റർ പറ്റും? മനസ്സിലായി? അവിടെ കയറി അതെ, എവിടെ കയറിയാലും പുള്ളിക്കറിയാവുന്ന ഇരിപ്പല്ലായിരുന്നു. ശരിക്കും ജീപ്പ് ഇരിക്കുന്നവരുണ്ടല്ലേ? ഇവനെ മോഹൻലാൽ പിടിച്ച് കടിച്ചോടെ. ലാലേട്ടനെ കാണുമ്പോൾ ഇത്രയങ്ങ് ചൊറിഞ്ഞങ്ങ് കുരു പൊട്ടാൻ ഇവന് എന്താണ് ഇത്ര പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇതൊക്കെയാണ് ഇവന്റെ കോണ്ടന്റ്. ഒന്നെങ്കിൽ ലാലേട്ടനായിരുന്നു മെയിൻ കോണ്ടന്റ്, ഇപ്പം എലിസബത്ത് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ എലിസബത്തിന്റെ റീസൺ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്താണ് ഇപ്പം തുരുതുരാ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എലിസബത്തിന് നീതി മേടിച്ചു കൊടുക്കണം എന്നുള്ള ഒരു സെറ്റപ്പിലൊക്കെയാണ്. പക്ഷെ അത് അങ്ങനെ അല്ല. ഇവന് ഈ പറയുന്ന നമ്മുടെ അണ്ണനുമായിട്ട് ഒരു പ്രശ്നമുണ്ട്, തോക്ക് കേസ്. അതിനകത്ത് എലിസബത്ത് ആണ് ഒരു പ്രൈം വിറ്റ്നസ് അല്ലേ? അപ്പൊ എലിസബത്തിനെ കൂട്ടുപിടിച്ച് എലിസബത്തിന് നീതി മേടിച്ചു കൊടുക്കാന്നുള്ള വ്യാജേന എലിസബത്തിന്റെ കൂടെ നിന്ന് ആ വ്യക്തിയെ അടിക്കണം. ഇവന്റെ ഒരു റിവഞ്ച് എടുക്കണം. അതാണ് ഈ പറയുന്ന മിസ്റ്റർ ചെകുത്താന്റെ ഉദ്ദേശം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലാതെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളൊക്കെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട്? അത്രയും വീഡിയോസിൽ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നല്ല രീതിയിൽ ഈ പറയുന്ന ആക്ടറിനെ ഞാൻ സർക്കാസ്റ്റിക് ആയിട്ട് കൊല വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റാരും ഇവനേക്കാൾ കൂടുതൽ നല്ല രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. സോ ആ ഒരു ഇത് വെച്ച് ഞാൻ പറയുകയാണ്, ഇവനെ നമ്പാതെ, ഇവനെ നമ്പിയ ഊമ്പിന്ന് കൂട്ടിയാൽ മതി. ഇത് പറയാൻ കാരണമുണ്ട്. ഇവ 2 ദിവസം മുമ്പിട്ട ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് ഒരു യൂട്യൂബറിന്റെ ഇവനെതിരെ ഒരുത്തം വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ യൂട്യൂബറിന്റെ തള്ളയ്ക്കും പെങ്ങൾക്കും അടക്കം എന്ന് വിളിക്കുകയാണ്. ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം. അതെ, അത് എന്നെ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോ ഇവന്റെ തള്ളയോ പെങ്ങളോ മോളോ ഒക്കെ ആയിരിക്കും അവനെ സംശയം ഉള്ളത്. മനസ്സിലായോ? അവന്റെ തന്തയല്ലല്ലോ എന്റെ തന്ത. അതൊക്കെ കൈകാര്യം ചെയ്യാൻ എലിസബത്തിന് അറിയാം. മനസ്സിലായില്ലേ? അത് നിനക്ക് നിന്റെ പെങ്ങൾക്കോ ഭാര്യക്കോ അമ്മയ്ക്കോ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള സകല പെണ്ണുങ്ങളും അങ്ങനെയാണെന്നൊന്നും വിചാരിക്കണ്ട. ഇനിയിപ്പോ അഥവാ എഴുത്താൻ അങ്ങോട്ട് ചെന്ന് ഇറക്കിയാലും ആറാട്ടൻ ഇറക്കിയാലും അവർക്കത് ഡീൽ ചെയ്യാൻ അറിയാം. പിന്നില്ല, ഇതിനിടയിൽ ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞു ഭയങ്കര കണ്ടെത്തല കേട്ടോ. പക്ഷെ അവനക്കെതിരെ ഈ പുള്ളിക്കാരി കേസ് കൊടുത്താൽ അവന് പ്രശ്നമാണ്. അത് അപവാദം പറഞ്ഞിറക്കി എന്നുള്ളത് തന്നെയാ സംഭവം. യൂഷ്വൽ സൈക്കോയെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. അവൻ എന്തോ അവന്റെ വീഡിയോക്കകത്ത് വന്ന് പറഞ്ഞു ഇവൻ എലിസബത്തിനെ വളയ്ക്കാൻ വേണ്ടി പുറകെ നടക്കാണ്. അവൻ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നില്ല. പക്ഷേ അതിന് ഇങ്ങനെയല്ല മറുപടി കൊടുക്കണം. അവൻ പറഞ്ഞാൽ അവന് മറുപടി കൊടുക്കണം. അല്ലാതെ അവന്റെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവന്റെ പെങ്ങൾക്ക് വിളിച്ചിട്ടല്ല മറുപടി കൊടുക്കേണ്ടത്. ഈ ഒരു കാര്യം ഞാനും എടുത്തു പറയാനുള്ള കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. ഇതുപോലൊരു കോൺട്രവേഴ്സി എന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ എന്റെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ആരുടെയും തന്തയ്ക്ക് തള്ളയ്ക്കൊന്നും വിളിക്കാനും പോയിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരുത്തം വന്നിട്ട് നമ്മുടെ സുഹൃത്തായ ഒരുത്തന്റെ അച്ഛനും അമ്മയ്ക്കും വിളിക്കുമ്പോൾ അത് നമുക്കും കൊള്ളും. ബാക്കിയോടെ കേൾക്കാം. അത് വളയ്ക്കാൻ വന്നതാണെന്ന് അങ്ങനെയാ പറഞ്ഞു. എന്റെ അമ്മയാണോ അതിനൊക്കെ പറഞ്ഞു തന്നെ? അമ്മയായിരിക്കും ഇതിനകത്ത് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ? ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മോനെ അറിയാവോ?
അത് ഇതാണ് മറ്റേതാണ് അത് വളയ്ക്കാൻ വന്നതാണെന്ന് അങ്ങനെയാ പറഞ്ഞു. എൻ്റെ അമ്മയാണോ നിനക്ക് പറഞ്ഞു തന്നെ? അവളുണ്ടോ അവിടെ? അവളെ ഒന്ന് കാണണമല്ലോ അത്. അല്ല പിന്നെ എന്താ പറയണ്ടേ ഇവനോടൊക്കെ? അല്ല കാരണം ഞാൻ നിന്റെ അമ്മയൊക്കെ ക്ലാസ്മേറ്റ്സ് ആണേ. നിനക്കതറിയത്തില്ല നീ ഇപ്പൊ എത്രത്തോളം കുട്ടിയാന്നുള്ളത്. തീരെ കുട്ടിയാ അവളെ എനിക്കറിയാടാ. അതുകൊണ്ട് തന്നെ പറയുന്നത്. അവിടെ ഞാൻ ചോദിക്കാം എന്നെയാണോ ഉദ്ദേശിച്ചതെന്ന്. മനസ്സിലായോ നിനക്ക്? കേട്ടല്ലോ, ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളാണ് ഇവൻ ഇരുന്ന് പറയുന്നത്. ഞാനിവിടെ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. മറ്റൊരു സ്ത്രീയെ, മറ്റൊരമ്മയോ അല്ലെങ്കിൽ ഒരു പെങ്ങളെ ബഹുമാനിക്കാൻ കഴിയാത്ത ഇവൻ എങ്ങനെയാണ് വേറൊരു സ്ത്രീക്ക് വേണ്ടിയിട്ട്, അവരുടെ നീതിക്ക് വേണ്ടിയിട്ട് ഇവൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? അതിനകത്ത് തന്നെ വ്യക്തമാണ് ഇവന് ഒരു ദുരുദ്ദേശമുണ്ട്. ഇവൻ അവന്റെ പേഴ്സണൽ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ ആലോചിച്ചു, ഇവൻ എന്തിനാണ് ഈ നാട്ടുകാരുടെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നത്? അപ്പം ഇവന്റെ പഴയ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൻ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു എന്ന്. ഇവന്റെ ഒരു വോയിസ് ആണ്, ഞാനതൊന്ന് വെക്കാം, നിങ്ങൾ അതൊന്ന് കേക്ക്. അന്നേരം ഇവൻ എന്തുകൊണ്ട് ഈ പറയുന്ന അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിച്ചു എന്ന്, നാട്ടുകാരുടെ എങ്ങനെ വിളിച്ചു നടക്കുന്നു എന്ന് മനസ്സിലാവും. ഹലോ ഹലോ, അലക്സ് അല്ലേ? അതെ, എന്തൊക്കെയുണ്ട് മച്ചാനെ വിശേഷം? എന്ത് വിശേഷം? അല്ല ഞാൻ FB-യിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, അത് കണ്ടിട്ട് ഇങ്ങനെ നമ്പർ കിട്ടി അങ്ങനെ വിളിക്കുക. വീഡിയോ കണ്ടായിരുന്നു, അങ്ങ് പെരുത്ത് ഇഷ്ടമായി. അത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അലക്സേ, നിനക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടാ? ഇല്ല ഇല്ല. നിന്നെ കണ്ടപ്പോഴും എനിക്ക് തോന്നി നീ മനുഷ്യ ജീവിക്കുന്നുണ്ടായാലും നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു. നിന്റെ ആ സ്റ്റൈലും മുടി വളർത്തലും നിന്റെ ആ സംസാരവും കണ്ടപ്പോഴേ എനിക്ക് തോന്നി നീ നല്ല തന്തയ്ക്കൊന്നും ഉണ്ടായതുമല്ല, നിനക്ക് തന്തയുണ്ടാവുകയും ജീവിച്ചിരിപ്പില്ല എന്ന് എനിക്ക് മനസ്സിലാടാ. കണ്ട ബാക്കി വെക്കാൻ പറ്റത്തില്ല, കംപ്ലീറ്റ് തെറിവിളിയാ. ഇപ്പൊ ആ വിളിച്ചവൻ ചോദിച്ചത് നിനക്ക് അച്ഛനും അമ്മയുണ്ടോ? ഇല്ല. ഇവനെ ഇനി നമ്മൾ എന്തോ പറയാനാ? അവൻ തന്നെ അവൻ വന്ന് പറയുന്നു അവന് തന്തയും തള്ളയില്ലാത്തവനാണെന്ന്. അപ്പൊ പിന്നെ ഇവന്റെ അന്നേരം ഇവൻ ബാക്കിയുള്ളവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചില്ലെങ്കിലേ ഉള്ള അതിശയം. ഇപ്പൊ നാളെ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ പേര് നാളെ എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വന്ന് വിളിച്ചാലും വലിയ അത്ഭുതപ്പെടാനില്ല. കാര്യം അവൻ അവനെ തന്നെ അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. പിടികിട്ടിയോ? അപ്പൊ ഇത്രയും നല്ല സ്വഭാവമുള്ള, ഇത്രയും സ്വഭാവ സൽഗുണനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എലിസബത്തിന് നീതി മേടിച്ചു കൊടുക്കണം, എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യണം എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തി. അതാ ഞാൻ എലിസബത്തിനടുത്ത് പറഞ്ഞത്, നിങ്ങൾ നാശത്തിലോട്ടാണ് പോകുന്നത്. ഈ പറയുന്ന സോകാൾഡ് ആക്ടറിനെതിരെ നിങ്ങൾ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്ത് തുടങ്ങിയത്. എന്ന് ഇവന്റെയൊക്കെ കൂട്ടുപിടിച്ച് തുടങ്ങിയോ അന്നാണ് ഈ പറയുന്ന സോകാൾഡ് ആക്ടർ നിങ്ങൾക്കെതിരെ തിരിഞ്ഞത്. അവിടെ ഒരു ഗൂഢാലോചനയുടെ സംഭവം വന്നു. ഇവിടെ ഒരു ടീം രൂപീകരിച്ചിട്ട് അയാൾക്കെതിരെ അറ്റാക്ക് ചെയ്യുന്നുള്ളതായി. അപ്പൊ നിങ്ങളിൽ നിന്ന് മാറി ഇത് വേറൊരു തലത്തിലോട്ട് പൊക്കോണ്ടിരിക്കുക. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒറ്റയ്ക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുണ്ട് കൂടെ, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഫൈറ്റ് ചെയ്യണം. ഇവന്മാരെ ഒന്നും കൂടെ പിടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാര്യം എനിക്ക് തോന്നുന്നില്ല തന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവന്മാരൊക്കെ കൂടെ നിൽക്കുന്നത്. മേ ബി ഈ പറയുന്ന വ്യക്തി ബ്രെയിൻ വാഷ് ചെയ്ത് തന്നെ നിർത്തിയിട്ടുണ്ടാവും. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവണമെന്നില്ല. പക്ഷെ നോക്കിക്കോ, ഈ സാധനങ്ങളെല്ലാം ബാക്ക് ഫെയർ ചെയ്യും. എന്തെങ്കിലും ബാക്ക് ഫെയർ ചെയ്തിരിക്കും. ഇവന്റെ ഒക്കെ തനിക്കോണം ഒരു ദിവസം മനസ്സിലാവും. നോക്കിക്കോ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരിയെങ്കിൽ ടാറ്റ, ബൈ ബൈ.